12 മണിക്ക് പമ്പയിൽ നിന്ന് ക്യൂ നിന്നതാണ്. ഈ കുഞ്ഞുങ്ങൾ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇതുപോലൊരു നാരി സംവിധാനം കണ്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞ 10-18 മണിക്കൂറായി. ഒരുപാട് ഫുഡൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ അതേ കൊടുത്തുള്ളൂ. വെളിയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. അതിനുള്ള സമയമില്ലായിരുന്നു. ക്യൂ നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. വല്ലാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. 15 മണിക്കൂർ 16 മണിക്കൂറായി. ഇന്നലെ രാത്രി 11 മണിയപ്പോൾ വന്നതാ. അന്നേരം തൊട്ട് ഇങ്ങനെ വരിക്കുക. ഇല്ല, ഇപ്പൊ ഇവിടുന്ന് ബിസ്ക്കറ്റ് കഴിച്ചു. കഴിക്കാനൊന്നും ഇല്ലല്ലോ. ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഇന്നലെ 7 മണിക്ക് വന്നതാ ഞങ്ങള്. ഇതുവരെ ഇനിയിപ്പോ സന്നിധാനത്തിൽ കയറി ഭഗവാനെ ഇല്ല ഇല്ല ഒന്നും കണ്ടില്ല. എനിക്ക് ഇന്നലെ ഞങ്ങളുടെ കൂടെ വന്നയാ. ഇടി കൊണ്ട് വയ്യ. ഭഗവാനെ കണ്ടിട്ടേ ഞങ്ങൾ പോത്തുള്ളൂ. ഇന്നലെയാണ് ഞങ്ങൾക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇടിക്കുന്നുണ്ട്, ശരിക്കും ഇടിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് തള്ളുമ്പം പുറത്തു കൂടെ വന്ന് ഇങ്ങനെ ഇടിക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇപ്പം ഇങ്ങോട്ട് ക്യൂ നിന്നപ്പം മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ വേണം. അതാ പറയുന്നത്. സ്ത്രീകൾക്ക് ഒരു പ്രായമുള്ള ഒരുമാതിരിപ്പെട്ട അമ്മമാർക്കൊക്കെ ഒത്തിരി വരുന്നില്ല. അവർക്ക് പ്രത്യേകമാണെങ്കിൽ അവർക്ക് ഒരു മുൻഗണന കൊടുക്കണം. ആണുങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ക്യൂ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇടിക്കുന്നുണ്ട്. അവിടെ ഇന്നപ്പോൾ ഞങ്ങൾ നടയിൽ കയറുന്നതിന് മുമ്പ് ഇന്നപ്പോഴത്തേക്ക് മൊത്തം ഇതിന് തന്നെ അങ്ങ് ഇടിവാ. കെട്ടിന് തന്നെ തള്ളുക. ഞങ്ങളതൊരു വഴക്കം പറയുന്നുണ്ട്. തള്ളാന്ന് നമുക്കറിയാം, എന്നാലും ഉണ്ടല്ലോ ഒരു മര്യാദ. അങ്ങനെ ഭയങ്കര തള്ളാം.